ആലപ്പുഴ ജില്ലയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. NGOകൾ, ട്രസ്റ്റുകൾ, സ്വകാര്യ സ്കൂളുകൾ, സംസ്ഥാന സർക്കാർ സ്കൂളുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ സജ്ജീകരിക്കുന്ന 100 പുതിയ സൈനിക് സ്കൂളുകളിൽ ഒന്നാണ് ഈ സ്കൂളും. ഗ്രേഡ് ചെയ്ത രീതിയിൽ നിലവിലുള്ള 33 പുറമെ പഴയ പാറ്റേണിൽ ഇതിനകം പ്രവർത്തിക്കും. വിദ്യാർത്ഥികളിൽ അച്ചടക്കം, അർപ്പണബോധം, ആത്മനിയന്ത്രണം, രാഷ്ട്രസേവനം എന്നീ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഈ വിദ്യാലയം പ്രധാന പങ്കുവഹിക്കുമെന്ന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിരോധ മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 100 പുതിയ സൈനിക് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നത് രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ജനുവരി 1 ശേഷം ജനിച്ചവരെ ബീറ്റ ജനറേഷൻ എന്ന് വിളിക്കുമെന്നും പുതിയ കാര്യങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും പഠിക്കാനുള്ള ഉയർന്ന ശേഷി ഉണ്ടായിരിക്കുമെന്നും പറയപ്പെടുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ചവിട്ടുപടി ഈ വിദ്യാലയം അവർക്ക് നൽകും. പഠനത്തിലും സ്വഭാവം കെട്ടിപ്പടുക്കുന്നതിലും മികവ് പുലർത്തുന്നതിലൂടെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ 21ാം നൂറ്റാണ്ടിന് മാത്രമല്ല അടുത്ത നൂറ്റാണ്ടിനും നേതൃത്വം നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ആധുനിക വിദ്യാഭ്യാസവും ശരിയായ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതിനായി സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന ശ്രമങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. വിദ്യാധിരാജ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി MN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് വല്ലിത്താൻ ആമുഖ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി V അനിൽകുമാർ കേന്ദ്രമന്ത്രിയെ ആദരിച്ചു. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ, RSS ദക്ഷിണ കേരള പ്രാന്ത സംഘചാലക് പ്രൊഫസർ M രമേശൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് ഗോപാലൻകുട്ടി, BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്, സ്കൂൾ ക്ഷേമസഭാ പ്രസിഡന്റ് H മേഘനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് ധന്യ രഞ്ജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ B സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ അധ്യയന വർഷമാണ് വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിന് സൈനിക സ്കൂൾ അഫിലിയേഷൻ ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താൽപര്യത്താൽ രാജ്യത്ത് 100 സൈനിക സ്കൂളുകൾ തുടങ്ങുക എന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 വിദ്യാലയങ്ങളിൽ ഒന്നാണ് വിദ്യാധിരാജ വിദ്യാപീഠം. 6ാം ക്ലാസ്സിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയിലൂടെ വിജയിക്കുന്ന കുട്ടികളെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക സ്കൂളിൽ പ്രവേശനം നൽകുന്നത്. വിദ്യാധിരാജ വിദ്യാപീഠത്തിൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 60% സീറ്റ് സംവരണവുമുണ്ട്. ബാക്കി 40% സീറ്റുകളിലേക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.